ഹായ്, ഇന്ന് ഗ്രേ ഹെയർ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയാനാണ്. മുടി നരച്ചിട്ടില്ലാന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് ഓടിപ്പോണ്ട, കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരുമല്ലോ. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അങ്കിളിനോ ആൻറ്റിക്കോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ആവട്ടെ. ഇത് ആക്ച്വലി ഓൾറെഡി കുറേ പേർക്ക് അറിയാമായിരിക്കും. ഞാൻ കുറച്ച് കാലമായുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ആർക്കെങ്കിലും അറിയാതുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ച് പറയാം കേട്ടോ. ഇതൊരു കുഞ്ഞിക്കുക്കാച്ച് പ്രൊഡക്റ്റാണ്. ആകെ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ബോക്സാണ്. നമ്മുടെ മേക്കപ്പ് പൗച്ചിലോ വാലറ്റിലോ ഒക്കെ നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും, എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് പോകുകയാണെങ്കിൽ കൂടി. ഇതിന് ഇങ്ങനെ ഒരു അപ്പർ പോർഷനിൽ ഒരു കുഞ്ഞി മിറർ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാറിലൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴത്തെ പോർഷനിൽ ഇങ്ങനെ ഒരു കുഞ്ഞ സ്പോഞ്ച് ഉണ്ട്. നമ്മുടെ മേക്കപ്പ് എനിക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ചെറിയ സ്പോഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ മുകളിലത്തെ ആ പോർഷൻ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ഇങ്ങനെ ഹെയർ കാണുക അവിടെ ടച്ച് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഹെയർ കളറിങ്ങും ഹെയർ ഡൈയിങ്ങും ഒക്കെ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, കുറച്ച് ഗ്യാപ്പ് ഇട്ടാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു നമ്മളിപ്പോൾ റെഡി ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്ത സ്ഥലത്ത് ഗ്രേ ഹെയർ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹെയർ ലൈനിലൊക്കെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും. ഇത് ആക്ച്വലി ജെൻസിനും യൂസ്ഫുൾ ആണ്. അവർക്ക് ഇപ്പം ഹെയർ ലൈനിൻ്റെ അവിടെ കുറച്ച് തിന്നിങ് ഒക്കെ ഉണ്ട്, വളരെ തിന്നായിട്ട് ആണ് ഇരിക്കുന്നതെങ്കിൽ ചെറുതായിട്ട് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഡാർക്ക് ബ്ലാക്ക് അല്ല എൻ്റെ ഹെയർ. അപ്പോൾ ഞാൻ ഡാർക്ക് ബ്ലാക്ക് ഇട്ടാൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊരു ഗ്രേഷ് പോലത്തെയാണ് നോക്കി വാങ്ങിച്ചത്. പിന്നെ ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെയർ കളറിന് മാച്ചിങ് ആയിട്ടുള്ള വാങ്ങിക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയത് ഇത് കുറേശ്ശെ അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം ഇത്തിരി ഇട്ടിട്ട് കവർ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ ഒരു ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ വരും. നമ്മുടെ സ്കാൽപ്പിലൊക്കെ കളർ പിടിച്ചിട്ട് മൊത്തത്തിലൊരു നല്ല നീറ്റായിരിക്കില്ല അത് കാണാൻ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.